Hi guys, welcome back to our channel Beauty Galaxy Adra. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമിഴിൽ കണ്ടിരിക്കുന്ന പോലെ അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് ഒരു മാസം മുന്നേ ഞാൻ ട്രൈ ചെയ്ത് വിജയിച്ച ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാസം മുന്നേ എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ പേര് ആതിര എന്നാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മഞ്ചിഷ്ടയാണ്. അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും, ഓൺലൈനിൽ കിട്ടും. ബട്ട് ഞാൻ വാങ്ങുന്നതും അങ്ങാടിക്കടകളിൽ നിന്നാണ്. അവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിച്ച് വാങ്ങാമല്ലോ. ഇതൊരു സ്റ്റിക്കായിട്ട് കിട്ടും. ഈ ഒരു പിക്കിൽ കാണുന്ന പോലത്തെ സ്റ്റിക്കായിട്ടും കിട്ടും, അല്ലെങ്കിൽ പൗഡർ രൂപത്തിലും കിട്ടും. അപ്പം മഞ്ചിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ മെലാനിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആയുർവേദ മെഡിസിനാണ്. ഇത് സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇത് നമ്മളെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെഡിസിനാണിത്. ആയുർവേദ മരുന്നുകളിലും ആഡ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. അതുമാത്രമല്ല, ഞാൻ PCODക്ക് മരുന്ന് കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയങ്ങളിൽ ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മരുന്നിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ചെറിയൊരു തുള്ളി മരുന്ന് പോലെ വെള്ളത്തിൽ ഒഴിച്ച് കലക്കി കുടിക്കാനുള്ളതായിരുന്നു. അപ്പോൾ അതിലും മഞ്ചിഷ്ട അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് കഴിക്കുമ്പോഴും എനിക്ക് എൻ്റെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളിലും ഇത് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് രക്തശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കുന്നതിനെയൊക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിനാണിത്. അങ്ങാടിക്കടകളിൽ സ്റ്റിക്കായിട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ല. ഈ സ്റ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ഉണക്കി പൊടിച്ച് യൂസ് ചെയ്യുമ്പോൾ നല്ല തരിതരിയായിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടുന്നത് ഓട്സ് ആണ്. ഓട്സ് ഒരു സ്പൂൺ എടുക്കാം. അതിനുശേഷം മഞ്ചിഷ്ട എടുക്കാം. ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള മഞ്ചിഷ്ട പൗഡർ എന്ന് പറയുന്നത്. ഇതിന് 30 ഗ്രാമിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു കാവി മണ്ണിൻ്റെ കളറുള്ള ഒരു റെഡ് കളറാണ്. അപ്പോൾ ഇത് 1/2 സ്പൂൺ മതി. അടിപൊളി ബെനിഫിറ്റ്സ് തരുന്ന സംഭവമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പാക്ക് കേട്ടോ. അപ്പോൾ മഞ്ചിഷ്ട പൗഡർ 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഹണിയാണ്. ഡാബറിൻ്റെ ഹണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒറിജിനലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അതിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നാടൻ കിട്ടാറില്ല, അതുകൊണ്ടാണ്. ഇതൊരു 1/2 സ്പൂൺ മതിയാകും. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ മിൽമ പാലാണ് എടുത്തിരിക്കുന്നത്. കാച്ചാത്ത പശുവിൻ പാലാണ് വേണ്ടുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പാലോ തൈരോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എൻ്റെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മുഖത്തിലും കഴുത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറേയും കൂടി പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ, അതായത് കുറച്ചും കൂടെ ചുളിവുകളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ ടെസ്റ്റ് ചെയ്ത് വിജയിച്ച സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് ഇതെന്തായാലും പ്രയോജനപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഇന്നിടുവാണെങ്കിൽ നാളെ ഇടണം, മറ്റന്നാളിട്ട് പോകണം, അങ്ങനെ. ഓക്കെ, ഇപ്പം ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ, മുടിയൊന്ന് സെറ്റാക്കട്ടെ. അപ്പം ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, മുഖത്ത് മാത്രം അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഉണങ്ങുമ്പോൾ, അതായത് ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആകാൻ നിങ്ങൾ സമ്മതിക്കരുത്. ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഭയങ്കരമായിട്ട് ഡ്രൈ ആകാൻ അനുവദിക്കരുത്. നമ്മൾ ഉണങ്ങി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയണം കേട്ടോ. അല്ലെങ്കിൽ എന്താ ചുളിവുകളൊക്കെ സംഭവിക്കും. പിന്നെ പാക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ച് കാര്യം പറയാനൊന്നും പാടില്ല. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇനി ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ ഇങ്ങനെ ഈ തരിതരി പോലെ ഇരിക്കുന്നത് ഓട്സാണ്. ഓട്സ് നല്ലതായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾക്കിപ്പം പൊള്ളലായിട്ട് എന്തെങ്കിലും പാടുകളാണെങ്കിൽ മഞ്ചിഷ്ട പൗഡർ, പിന്നെ രക്തചന്ദനവും നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് തേക്കാവുന്നതാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഗൈസ്, നമ്മുടെ പാക്ക് ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഉണങ്ങാനുണ്ട്. നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കരുത്. അപ്പം നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞാലോ. ഒരു കോട്ടൺ പാടോ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു തുണി എടുത്തിട്ട് ആക്കുന്നു. അമ്മേ, അടിപൊളി റിസൾട്ടാ. വാവ്,
കണ്ടോ? ഞാൻ ഫുള്ളൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാവേ. ഞാൻ ഫുള്ളായിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓട്സ് പൗഡർ ഇപ്പോൾ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അടിപൊളി റിസൾട്ടാണ് ഗൈസ്, സൂപ്പറാണ്. ഇത് നിങ്ങൾ 1.5 ദിവസങ്ങൾ ചെയ്യണം കേട്ടോ. ഈ ഒരു പാക്ക് ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. അടിപൊളി പാക്കാണ്, 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും റിസൾട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.